ആറ്റുകാൽ നഗരത്തിൻ്റെ ഈ ഹിന്ദു സാമ്രാജ്യദിന സംഖ്യയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം സേവക സഹോദരന്മാരെ, അമ്മമാരെ, സംഘബന്ധുക്കളെ, നമസ്കാരം. തിരുവനന്തപുരം മഹാനഗരത്തിൽ 10 നഗരങ്ങളാണുള്ളത്. അതിൽ ആറ്റുകാൽ എന്ന നഗരത്തിൻ്റെ ഹിന്ദു സാമ്രാജ്യദിന സാംഖിക്കാണ് ഈ നഗരത്തിൽ വ്യത്യസ്ത ബസ്തികളിൽ പ്രവർത്തിക്കുന്ന, സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാഖകളുടെ ഒരു സാംഖിക്കാണ് ഇവിടെ നടക്കുന്നത്. സാംഖിക്ക് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേരുക എന്നാണ്, സംഘമായി വരിക എന്നാണ്. സാധാരണഗതിയിൽ അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന ശാഖ എല്ലാവരെയും കൂട്ടി ഒരു സ്ഥലത്ത് വന്ന് എല്ലാവരും 1 മണിക്കൂർ ശാഖകളെടുത്ത് ഒരുമിച്ച് വന്നതിന് ശേഷം സംഘത്തിന്, സമാജത്തിന് നൽകാനുള്ള സന്ദേശം ശ്രവിച്ച് തിരിച്ചു പോകുന്നതിനാണ് സാംഖിക്ക് എന്ന് പറയുന്നത്. ഒരുമിച്ച് വരിക എന്നാൽ, ഞാൻ നേരത്തെ അതിലൊരു ശാഖയിൽ പോയപ്പോൾ ഒരു ബാലസെൻസർ ഉപയോഗിച്ചു. നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ, അപ്പോൾ അത് പറഞ്ഞു സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു. കൃത്യമായ ഉത്തരമായിരുന്നു അത്. ഒരുമിച്ച് കൂടുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്, ആനന്ദിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മനുഷ്യരെല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷത്തെയാണ്, ആനന്ദത്തെയാണ് അന്വേഷിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമയുടെ ആ പെരുമയിൽ ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ സമ്മർദ്ദകത്വമാണ് സാംഖികരുടെ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യവ്യാപകമായി ഇന്ന് ആയിരക്കണക്കിന് പരിപാടികൾ ഇതുപോലെ ആസേതു ഹിമാചലം നടക്കുന്നുണ്ട്. അവയിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വരികയാണ്. ആ ഒരുമിച്ച് വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന മഹത്തരമായ ഒരു സംഭവത്തിൻ്റെ പുനസ്മരണമാണ്. ഒരുപക്ഷെ ഭാരതത്തിലെ ഏറ്റവും അവസാനത്തെ ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ സ്ഥാപന ദിനത്തിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയാണ്, ആഘോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ ഹിന്ദു സാമ്രാജ്യ ദിന ഉത്സവം നടത്തുന്നത്. RSS അതിൻ്റെ ശാഖകളിൽ ദൈനംദിന ശാഖയ്ക്ക് പുറമെ 6 ഉത്സവങ്ങൾ നടത്തും. അതിലൊന്ന് ദേശീയോത്സവമായ സാഹോദര്യത്തിൻ്റെ ഉത്സവമായ രക്ഷാബന്ധനാണ്. മറ്റൊന്ന് മകരസംക്രാന്തി ഉത്സവമാണ്, മകരസംക്രമം, ജനുവരി 14-ാം തീയതി. ശ്രീ ഗുരുപൂജ RSS നടത്തുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ സമാജത്തിൽ ഗുരുത്വവും അതുപോലെ തന്നെ സംസ്കൃതിയുമായിട്ടുള്ള നാഭീനാള ബന്ധവും ഉറപ്പിക്കാനുള്ള ഒരു മഹത്തായ ഉത്സവമാണ് ഗുരുപൂജ. വിജയദശമിയുണ്ട്, നമ്മുടെ ശക്തിയുടെ ഉത്സവമാണത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, മലയാളത്തിൽ അത് വിദ്യയുടെയും ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്സവമായാണ് ആഘോഷിക്കുന്നത്. അത് സംഘത്തിൻ്റെ ഒരു ഉത്സവമാണ്. അതുപോലെ ഹിന്ദു സാമ്രാജ്യ ദിനം എന്ന് പറയുന്ന ഈ ഉത്സവം ആയിരക്കണക്കിന് വർഷം നമ്മുടെ രാഷ്ട്രത്തിൽ നടന്ന നിരന്തരമായ വൈദേശിക ആക്രമണത്തിൻ്റെ പരിണതഫലമായി നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഭാഗതയെയും പരിപൂർണമായും കൈയടക്കി വെച്ച വൈദേശിക ശക്തികൾ നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയെ, നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ കഴുത്ത് ഞെരിച്ച് കൊന്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അതിനെതിരായി ഉയർന്നു വന്ന ഏറ്റവും കരുത്തുറ്റ പ്രതിരോധമാണ് ഛത്രപതി ശിവാജിയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു സാമ്രാജ്യ സംസ്ഥാപനം.
1630 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ശിവാജി എന്ന ഒരു കൊച്ചു ബാലൻ ജനിക്കുന്നത്. റായ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സാധാരണക്കാരനായ ഷാജി ഭോസ്ലെ ആയിരുന്നു. അമ്മ ജീജാബായി. വലിയൊരു പാരമ്പര്യമുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ ശിവാജിയുടെ ശിവനേരി കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിനടുത്താണ് ആ കുട്ടി ജനിക്കുന്നത്. അന്ന് വലിയ പോരാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലമായിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ സായുധ സംഘം മെല്ലെ മെല്ലെ ഓരോ പ്രദേശങ്ങളായി കൈയടക്കി ഹിന്ദു സംസ്കൃതിക്കെതിരായിട്ട് ക്ഷേത്രങ്ങൾ തകർക്കുക, ആരാധനാലയങ്ങൾ ഇല്ലാതാക്കുക, അക്രമങ്ങൾ വ്യാപിപ്പിക്കുക, ചോര ചൊരിച്ചൽ നടത്തുക, പിടിച്ചടക്കുക, അങ്ങനെ എല്ലാ അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ റായ്ഗഡ് ഉൾപ്പെടുന്ന പ്രദേശം ഒന്ന് ബീജാപ്പൂർ സുൽത്താന്റെ കീഴിലായിരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും അക്രമവും ചോരുചരിത്രവും അശാന്തിയും നടമാടിയിരുന്ന കാലഘട്ടത്തിലാണ് ജീജാബായിയുടെയും ഷാജി ഭോസ്ലെയുടെയും അവരുടെ കുടുംബം പരമ്പരാഗതമായി അഭിമാനികളായിരുന്നു, ഹിന്ദുത്വാഭിമാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മ ജീജാബായി എന്ന് പറയുന്ന മാതാവ്, വീരമാതാവ്, മകനെ കുഞ്ഞുനാളിൽ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച്, നമ്മുടെ വീരപുരുഷന്മാരെക്കുറിച്ച്, മിന്നലാട്ടം നടത്തിയ വീരന്മാരായ പോരാളികളെക്കുറിച്ച്, അർജുനനെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച്, രാമനെക്കുറിച്ച്, വീരത്തെക്കുറിച്ച്, പോരാട്ട വീരത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, വിജിഗീഷു ഭാവത്തെക്കുറിച്ച്, മഹത്വാകാംക്ഷയെക്കുറിച്ചല്ല കഥകളിലൂടെ ശിവാജിയുടെ ആകാംക്ഷവും അഭിമാനവും ധർമ്മ ഉണർത്തുകയും വളർത്തുകയും ചെയ്തിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് കേൾക്കുന്ന അത്തരം കഥകളിലൂടെ ഏതൊരു കുഞ്ഞിനെയും പോലെ അകത്തളം വികാര വിജൃംഭിതനായ ആ അസാധാരണ ബാലൻ പുരുഷന്മാരെ പോലെ ആയിത്തോടുകൂടിയാണ് വളർന്നു വന്നത്. തൻ്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കളികൾ കളിക്കുന്ന സമയത്ത്, കുന്നുകൾ ഓടിക്കയറുന്ന സമയത്ത്, കബഡി കളിക്കുന്ന സമയത്ത് അവരുടെ വിജേതാവായ നേതൃപാഠവുമുള്ള ആ ബാലൻ അവരുടെ കൂട്ടത്തിൽ, അവരുടെ കൂടെ നിന്ന് അവർക്ക് നൽകിയ സന്ദേശവും വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദാഹരണമാണ്. 15-ാമത്തെ വയസ്സിൽ ആ കുട്ടി തൻ്റെ കൂട്ടുകാരോടൊപ്പം അതിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഈ സാമ്രാജ്യം, ഇസ്ലാമിക സാമ്രാജ്യം, അത് നടത്തുന്ന അനീതിക്കെതിരായിട്ട് പൊരുതുമെന്ന് ഒരു 10-40 കുട്ടികൾ ചേർന്ന് പ്രതിജ്ഞയെടുത്തത്, ക്ഷേത്രത്തിൽ പ്രതിജ്ഞയെടുത്തിട്ട് ഞങ്ങൾ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും ആശംസയോടുകൂടി, ആശീർവചനങ്ങളോടുകൂടിയാണ് ആ പ്രതിജ്ഞ എടുക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അവര് ഒരു കോട്ട, മുഗളന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു കോട്ട പിടിച്ചു കൊടുത്തു. 16-ാമത്തെ വയസ്സിൽ. നമ്മൾ 16 വയസ്സെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം, 16 വയസ്സുള്ള ഒരു പയ്യൻ, +1 പഠിക്കുന്ന ഒരു പയ്യൻ. ഇപ്പോൾ +1 പഠിക്കുന്ന ഒരു 16-കാരനെ നമ്മൾ ആലോചിച്ചാൽ മതി. അവൻ്റെ കോലം, അവൻ്റെ മുടി, അവൻ്റെ കയ്യിലുള്ള സാധനം, അവൻ്റെ കുത്തോട്ട് നോക്കിയുള്ള ഇരിപ്പ്, അതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ 16-കാരൻ അവൻ്റെ കയ്യിൽ എന്തായിരുന്നു? അവൻ്റെ ചിന്ത എന്തായിരുന്നു? അവൻ്റെ ഉള്ളിൽ കത്തിക്കാളിയ സ്വാതന്ത്ര്യബോധത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും എല്ലാം ബട്ടവാഗ്നിയുടെ ആഴവും അതിൻ്റെ തീഷ്ണതയും എത്രയായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ തുടർച്ചയായി ഓരോ വർഷവും, 1.5 വർഷവും കൂടുമ്പോൾ 21 വയസ്സാകുമ്പോഴത്തേക്ക് ശിവാജി 24 കോട്ടകൾ കൈവശപ്പെടുത്തിയിരുന്നു. വളരെ സമർത്ഥമായ യുദ്ധതന്ത്രങ്ങളിലൂടെ. ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കാട്ടെലി എന്നാണ് വിളിക്കുന്നത്. കാട്ടെലി. ഗറില്ല യുദ്ധതന്ത്ര മുറകളിലൂടെ പൊടുന്നനെ ശത്രുക്കളുടെ മേൽ ചാടി വീണ്
അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്രയും കനത്ത നഷ്ടം വരുത്തി. പിന്തിരിയേണ്ട സമയത്ത് പിന്തിരിഞ്ഞ് കുതിച്ച് മുന്നോട്ട് കയറേണ്ടപ്പോൾ മുന്നോട്ട് കയറി, കീഴടക്കുമ്പോൾ ആഹ്ലാദിച്ച്, പരാജയപ്പെടുമ്പോൾ ഒട്ടും അധൈര്യപ്പെടാതെ, സങ്കടപ്പെടാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആവേശം ചെലുത്തി ചൊരിഞ്ഞ് നടത്തിയ നിരന്തരമായ പരിശ്രമം, അത് ഭാരതത്തിലെ യുദ്ധതന്ത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ്. ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് പരിശീലിപ്പിച്ച് ഏറ്റവും അവസാനം ഒരു നാവികസേന ഉണ്ടാക്കി, മുഗളന്മാരുടെ തുറമുഖം പോലും ആക്രമിച്ചു പിടിച്ച് ചരിത്രത്തിലെ രോമാഞ്ചദായകമായ അത്തരം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ബിജാപൂർ കോട്ട ആക്രമിച്ചു, റായ്ഗോഡ് കോട്ട പിടിച്ചു, താനെ കോട്ട പിടിച്ചു. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കോട്ടകളൊക്കെ പിടിച്ചതിനിടയിൽ മുഗളന്മാരുടെ സഹായത്തോടുകൂടി ബിജാപൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ജയിലിലാക്കിയ സന്ദർഭത്തിൽ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി സുൽത്താൻ്റെ പടനായകനായുള്ള അഫ്ഷുള്ള ഖാൻ ശിവാജിക്ക് ഒരു കത്തയക്കാണ്. അദ്ദേഹം ആ സന്ധി സംഭാഷണം സ്വീകരിച്ച് ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. ആ ചർച്ച ഒരു കോട്ടക്കുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. ചർച്ചയിൽ ഉപാധി ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും ഓരോ അംഗരക്ഷകനെയും കൂട്ടിയിട്ട് മറ്റാരുമില്ലാതെ വരണം എന്നായിരുന്നു, നിരായുധരായി വരണം എന്നായിരുന്നു. അങ്ങനെ അഫ്ഷുള്ള ഖാന്റെ താവളത്തിലേക്ക് ശിവാജി തൻ്റെ ഒരു അനുചരനെയും കൂട്ടിയിട്ട് ചെല്ലുകയാണ്. ശിവാജി ആരാണ് ക്ഷണിച്ചിരിക്കുന്നതെന്നും ആ ക്ഷണിക്കുന്നവർ ക്ഷണിക്കുമ്പോൾ എന്തൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ക്ഷണിക്കുന്നത് എന്നും എന്തൊക്കെ കരുതലെടുക്കണമെന്നും വ്യവസ്ഥകൾ ലംഘിക്കാതെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചാണ് ആ ചർച്ചയ്ക്ക് പോകുന്നത്. ആ താവളത്തേക്ക് പ്രവേശിച്ചപ്പോൾ അഫ്ഷുള്ള ഖാൻ മൂന്നടി മുന്നോട്ട് വെച്ച് ശിവജിയെ ആലിംഗനം ചെയ്തു. പക്ഷെ ആലിംഗനം ചെയ്യുന്നതിനിടയിൽ തൻ്റെ ഇടത് കൈകൊണ്ട്, കരുത്തമായ ബലിഷ്ഠമായ ഇടത് കൈകൊണ്ട് ശിവാജിയെ, അല്പം ഉയരം കുറവായിരുന്നു ശിവാജി, കനത്തൊരു ഞെക്കി വളരെ സമർത്ഥമായി തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടാര വലത് കൈകൊണ്ടെടുത്ത് ശിവാജിയുടെ പുറംഭാഗത്ത് കുത്താനായുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ അതിസമർത്ഥമായി ആ കടാര തട്ടിത്തെറിപ്പിക്കുന്നതിനിടയിൽ ശിവാജി തൻ്റെ രണ്ട് കൈകളിലും ചേർത്ത് വെച്ചിരുന്ന പുലി നഖങ്ങൾ, ആ നഖങ്ങൾ പുറത്തെടുത്ത് ആ ദുഷ്ടനെ, ചതിയനെ, വഞ്ചകനെ വളരെ ശക്തമായൊരു തൊഴിയിലൂടെ താഴത്തിട്ട് കുടൽ മാന്തി കീറി കുടൽമാല പുറത്തെടുത്ത് വെട്ടാൻ വന്ന അംഗരക്ഷകനെ ആ സമയത്ത് ശിവജിയുടെ അനുചരൻ വെട്ടിവീഴ്ത്തി. ഏകദേശം 1.5 മിനിറ്റ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് അതിനെ വളരെ കരുതലോടെയുള്ള പ്രത്യാക്രമണത്തിലൂടെ അടിപണിയിച്ച് അദ്ദേഹം വിജിഗീഷുവായി തിരിച്ചു വരികയാണ്. ഒരു വലിയ പാഠവും സന്ദേശവും ഒക്കെ ഇത് നൽകുന്നുണ്ട്. ഇതൊരു സംഭവമാണ്. അപ്പോൾ സംഭവം അപ്പുറത്ത് നിൽക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത്, ഒരു ചർച്ചക്കാണ് വിളിക്കുന്നത്. പക്ഷെ അത്ര ചതിയോടുകൂടിയാണ്, പകയോടുകൂടിയാണ്, സൗമനസ്യപൂർവ്വമുള്ള ഒരു ആലിംഗനത്തെ പോലും ദുരുപയോഗിക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്. നേതൃത്വം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സൈനികൻ എന്ന് പറയുമ്പോൾ, സൈനിക മേധാവി എന്ന് പറയുമ്പോൾ ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങളിലും കണിശമായ ജാഗ്രത പുലർത്തേണ്ടുന്നതിൻ്റെ മകുടമായ ഉദാഹരണമായിരുന്നു ശിവാജിയുടെ ആ സമയത്തെ ശ്രദ്ധാപൂർവമുള്ള ശ്രുതം എന്ന് പറയും. ശ്രുതം എന്ന പദത്തിന് വേണ്ടത് വേണ്ടപ്പോൾ തോന്നുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ശ്രുതം എന്നത്, ആ ശ്രുതം അവിടെ പ്രയോഗിച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ ആ കെണിയിൽ വീണുപോയിരുന്നുവെങ്കിൽ, ശിവാജി അവിടെ വീഴ്ത്തപ്പെട്ടിരുന്നുവെങ്കിൽ, പിന്നീട് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, മുഗള സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നില്ലെങ്കിൽ, അറംഗസേബ് എന്ന ക്രൗര്യനായ ഭരണാധികാരിയുടെ പല്ലും നഖവും പറിച്ചെടുത്തില്ലായിരുന്നു എങ്കിൽ നമ്മളിന്ന് ഇവിടെ സാങ്കി കൂടുമോ? ഹിന്ദുക്കൾ ഇവിടെ അവശേഷിക്കുമോ?
ഈ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മതേതരത്വവും ജനാധിപത്യമൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിക മുഗള വാഴ്ച ഇരമ്പിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നു കയറുന്ന ഒരു സന്ദർഭമായിരുന്നു. ഗംഗാ സമതലവും കീഴടക്കി, ദില്ലി കീഴടക്കി, ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ തെക്കുഭാഗത്തുള്ള സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു പോയിരുന്നു. വിജയനഗര സാമ്രാജ്യം ഉൾപ്പെടെ അതിൻ്റെ ഊടുവഴികളിലൂടെ വലിഞ്ഞു കയറി വന്ന് തെക്കിനെയും കീഴടക്കി ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിലാണ് ശിവജി ഒരു നെടുങ്കോട്ട പോലെ അവിടെ ഉയർന്നു നിന്ന് ആ ഒരു പരിശ്രമത്തെ തകർത്തത് എന്നതുകൊണ്ട് അതിനെ തുടർന്നാണ് 1674 ജ്യേഷ്ഠ ശുക്ല ത്രയോദശി ദിവസം ഹിന്ദു പാദശാഹി എന്ന് പറയപ്പെടുന്ന ഹിന്ദു സാമ്രാജ്യത്തെ സംസ്ഥാപിച്ചത് എന്നതുകൊണ്ടാണ് ഭാരതത്തിലെ സ്വാഭിമാനികളായ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണ നിമിഷമാവുന്നത്, അത് ഓർമ്മിക്കത്തക്ക ആവേശകരമായ ഒരു നിമിഷമാവുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഛത്രപതി ശിവാജി എന്ന ധീരനായ പോരാളിക്കുള്ള ശ്രദ്ധാതിലോദകം സമർപ്പിക്കാനുള്ള ദിവസമായി ഇങ്ങനെ ഒരുമിച്ച് കൂടണം എന്ന തോന്നലുണ്ടാകുന്നത്. രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഈ നിമിഷത്തെ ഉത്സവമാക്കാൻ, ആഘോഷിക്കാൻ, അനുസ്മരിക്കാൻ ഇന്നും ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇങ്ങനെ സ്വാഭിമാനികളായ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേരുന്നു. തീർച്ചയായും അത് ശിവാജിയുടെ ഹിന്ദു സാമ്രാജ്യ സ്ഥാപനം, മറാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നോക്കുമ്പോൾ അതിന് മുമ്പ് എന്നും അതിന് ശേഷം എന്നും കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വ്യത്യസ്തമായ ധാരകളിലൂടെയാണെങ്കിലും സായുധ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, മലബാറിൽ പഴശ്ശി ഉണ്ടായിട്ടുണ്ട്, ഇവിടെ വേലുത്തമ്പി ദളവ ഉണ്ടായിട്ടുണ്ട്, രാജ്യവ്യാപകമായി റാണി ചെന്നമ്മ ഉണ്ടായിട്ടുണ്ട്, രാജ്യവ്യാപകമായി വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ദേശാഭിമാനികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം 1957 സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ദേശീയ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. 1947 ആഗസ്റ്റ് 15 വിഭജനത്തോടുകൂടിയാണെങ്കിലും ബ്രിട്ടീഷുകാർ, യൂറോപ്യൻ ശക്തികൾ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അവസാനം വന്ന ഇംഗ്ലീഷുകാർ അവരുടെ എല്ലാം ആധിപത്യം അവസാനിപ്പിച്ച് 47 ആഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിലേക്ക് ചൂടുവച്ചെങ്കിൽ അതിന്റെ എല്ലാം നിർണായകമായ തിരികുറ്റിയായി മാറിയത്, അതിന്റെ എല്ലാം പ്രേരണയും പ്രചോദനവുമായി മാറിയത് ഏറ്റവും കടുത്ത കരുത്തുറ്റ വൈദേശിക ശക്തിയെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞ ശിവാജിയുടെ പരാക്രമ വീര്യ ബോധമാണ് ആ മുന്നേറ്റത്തിന് എല്ലാം കാരണമായി തീർന്നത് എന്നതുകൊണ്ടാണ് ശിവാജി നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗതയത്തെ മാറ്റിമറിച്ച വിധാതാവാണ് എന്ന് നമ്മൾ വാഴ്ത്തുന്നു. ശിവാജി മഹാരാജ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിച്ച സന്ദർഭത്തിൽ സംഘത്തിന്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹിർഗേവാണ് സ്വയംസേവകന്മാരോട് അവർക്ക് റോൾ മോഡലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശിവാജി നമുക്കൊരു ഉജ്ജ്വലവും ഉദാത്തവുമായ മാതൃകയാണ് എന്ന് പറഞ്ഞത്. ശിവാജി സ്ഥാപിച്ച ആ സാമ്രാജ്യം ഭാരത ചരിത്രത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ഭരണ നൈപുണ്യം കൊണ്ട്, ജനങ്ങളോടുള്ള മനോഭാവം കൊണ്ട്, സർവ മതങ്ങളെയും സമാദരിച്ച അദ്ദേഹത്തിന്റെ വിശാലമായ സഹിഷ്ണുത ബോധം കൊണ്ട്, നാട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച ഒരു ഭരണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള സമർത്ഥ രാമദാസ്, ആ സമർത്ഥ രാമദാസിന്റെ കൂടെ അദ്ദേഹം വീടാന്തരം തന്റെ അഭിഷേകത്തിന് തൊട്ടു മുമ്പ് വീടാന്തരം സഞ്ചരിച്ചിരുന്നു. എന്നിട്ട് ഭിക്ഷ അയച്ചിരുന്നു. ഏറ്റവും അവസാനം ഞാൻ എന്താണ് അങ്ങേക്ക് ഭിക്ഷയായി തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ നിനക്ക് ഇഷ്ടമുള്ളത് തന്നാലും എന്ന് ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സന്യാസി ശക്തിയുടെ ഏറ്റവും മഹിതമായ മാതൃകയായിരുന്ന സമർത്ഥ രാമദാസ് ചോദിച്ചു, ഞാൻ വെട്ടിപ്പിടിച്ച സാമ്രാജ്യത അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സാമ്രാജ്യം തന്റെ ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് ഒരു കാവി പതാക എടുത്തിട്ട് ശിവജിയുടെ കയ്യിൽ കൊടുത്തിട്ട് സമർത്ഥ രാമദാസ് പറഞ്ഞത്, ഇത് നമ്മുടെ ധർമ്മത്തിന്റെ പ്രതീകമാണ് കാവ്യ പതാക. ഈ കാവ്യ പതാക ത്യാഗത്തിന്റെ പ്രതീകമാണ്.
ഈ കാവ്യ പതാക ആധ്യാത്മികതയുടെ പ്രതീകമാണ്. ഈ കാവ്യ പതാക നമ്മുടെ സംസ്കൃതിയുടെ പ്രതീകമാണ്. ഈ കാവ്യ പതാകയെ മാതൃകയാക്കിക്കൊണ്ട് ഈ കാവ്യ പതാകയുടെ കീഴിൽ ഒരു നല്ല ഭരണം നടത്തുക എന്നാണ് പറഞ്ഞത്. സമർത്ഥ രാമദാസ് പറഞ്ഞാണ്, ഇപ്പൊ ഭാരതമാതാവിന്റെ ചിത്രത്തിന്റെ കൂടെ ഒരു കാവിക്കൊടി ഉണ്ട് എന്നും ആ കാവിക്കൊടി RSS കൊണ്ടുപോയിട്ട് ഭാരതമാതാവിന്റെ കയ്യിൽ പിടിപ്പിച്ചതാണ് എന്നും ആ കാവിക്കൊടിയുള്ള ഭാരതമാതാവിന്റെ ചിത്രമുള്ള സ്ഥലത്തേക്ക് ഞാൻ വരൂല എന്നും അങ്ങനെ ഏത് ചടങ്ങ് ആര് സംഘടിപ്പിച്ചാലും ഞാൻ അങ്ങോട്ട് വരികയില്ല എന്നും അത് മതേതരത്വത്തെ തകർക്കുന്നതാണെന്നും കാവി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഫാസിസ്റ്റുകളുടെ കൊടിയാണെന്നും ഒക്കെ തമ്പേറടിക്കുന്ന ആളുകൾ ഈ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാവ്യ പതാക ആയിരക്കണക്കിന് വർഷക്കാലത്തെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രോജ്വല പ്രതീകമായി ഈ നാട് ഉയർന്നപ്പോഴൊക്കെ ഉയർന്നതും ഈ നാട് വിജയിപ്പിച്ചപ്പോഴൊക്കെ വിജിഗീഷുവായി വൈജയന്തിയായി ഭഗവയായി പാറിപ്പറന്നതുമാണ് എന്ന് ഈ നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡ രാമനുമായിട്ടുള്ള സങ്കരത്തിൽ പോരാട്ടത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉയർത്തിപ്പിടിച്ച പതാക ഈ കാവ്യ പതാകയാണെന്നും ധർമ്മയുദ്ധത്തിൽ അർജുനന് തെറുതെളിച്ച ഭഗവാന്റെ തേരിൽ പാറി കളിച്ചതും ഇതേ പതാകയായിരുന്നു എന്നും നമ്മുടെ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലും അത് ശിവാജിയാണെങ്കിലും രാണപ്രതാപൊക്കെ അന്ന് ബാബർ അദ്ദേഹത്തെയും സൈന്യത്തെയും എല്ലാം ആക്രമിച്ച് പരാജയപ്പെടുത്തി കൊടുങ്കാട്ടിൽ അലയുമ്പോ പട്ടിണി കൊണ്ടു മരിച്ചിടും കുട്ടികൾ വീണ് മരിക്കലും മാനി പ്രതാപൻ തന്റെ ചുമലിൽ പാറിക്കളിച്ചിരുന്ന ആ ധർമ്മധ്വജം കാവിക്കൊടി വിടാതെയാണ് കാട്ടുജാതിക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു സൈന്യം ഉണ്ടാക്കിയിട്ട് പോരാടിയിട്ട് ബാബർക്കൊക്കെ കടുത്ത പരാജയം സമ്മാനിച്ചുകൊണ്ട് പോരാട്ട വീര്യം പ്രകടിപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള ചരിത്രമുണ്ട് ഈ കാവ്യ പതാകയ്ക്ക്. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ പ്രതീകമായി ഉയർന്നു വന്ന ഈ കാവ്യ. അപ്പൊ അങ്ങനെ ഒരു കാവ്യ പതാക എടുത്ത് ശിവജിയുടെ കയ്യിൽ കൊടുത്തിട്ട് സമർത്ഥ രാമദാസ് പറയുന്നത്, ഈ ധർമ്മധ്വജത്തെ സാക്ഷിയാക്കിയിട്ട് നീ ധർമ്മഭരണം നടത്തണം എന്നാണ്, ധർമ്മരാജ്യം സ്ഥാപിക്കണമെന്നാണ്, ധാർമ്മികമായി ഭരിക്കണം എന്നാണ്. അത്തരം ഒരു ആദേശമാണ്, ഉപദേശമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണം അതുപോലെ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയ വസ്തുതയാണ്. ഏതായാലും അത്തരം ഒരു ചരിത്രത്തിലെ അനർഘ മുഹൂർത്തത്തെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രം ഒരു വലിയ പ്രതിസന്ധി മറികടന്ന് ലോകത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു സുമുഹൂർത്തം ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നിട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട് വിഭജനത്തിനു ശേഷം എത്രയോ വർഷക്കാലമായി നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ പരമാധികാരത്തെ, നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ മൂല്യങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് അതിർത്തിയിലെ തെമ്മാടി രാഷ്ട്രം, നമ്മുടെ അതിർത്തിക്കപ്പുറത്തെ തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാൻ, അവർ നേരിട്ട് വന്ന് ഏറ്റുമുട്ടിയപ്പോഴൊക്കെ നമ്മളവരെ അതിശക്തമായി കൊമ്പു കുത്തിച്ചിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തോൽവി നിരന്തരമായി ഏറ്റുവാങ്ങിയ അവർ പിന്നീട് പ്രച്ഛന്ന യുദ്ധത്തിനാണ് ഒരുങ്ങിയത്. മതം തലയിൽ കുത്തിക്കയറ്റിയ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ആളുകൾക്ക് പരിശീലനവും ആയുധവും നൽകിക്കൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടത്തെ സാധാരണക്കാരായ ആളുകളെ, മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്ന, സ്ഫോടനം നടത്തി കൊല്ലുന്ന, വെടിവെച്ച് കൊല്ലുന്ന, പൊട്ടിത്തെറിച്ച് ചാവേറായി കൊല്ലുന്ന നിരന്തരമായ പരമ്പരകൾ, ആക്രമണ പരമ്പരകൾ നമ്മുടെ നാട്ടിൽ നടന്നു. ഈയിടെ നമ്മുടെ പാർലമെന്റിൽ വെച്ച ഒരു കണക്ക് പ്രകാരം 40,000-ത്തിലധികം ആളുകളെയാണ് കാശ്മീരത്തിൽ മാത്രം കൊന്നൊടുക്കിയത്, ചോര പൊഴിയൊഴുകിയത്. കാശ്മീർ എന്ന് പറയുന്നത്, അതിന്റെ പൂർവിക പാരമ്പര്യം എന്ന് പറയുന്നത് കാശ്യപ പ്രജാപതിയുടെ തപശക്തി കൊണ്ട് വീണ്ടെടുത്ത പ്രദേശമാണ് കാശ്മീർ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ്, ഏറ്റവും സുന്ദരമായ ഒരു താഴ്വരയാണ് കാശ്മീരം എന്ന് പറയുന്നത്. അതിന്റെ മഹത്തായ പാരമ്പര്യം എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ മലനിരകളുടെ ഇടുക്കുകളിലൂടെ ഇടിച്ചിവിടത്തേക്ക് കടന്നു കയറിയ കുതിരപ്പടയാളികളുടെ കൂടെ വന്ന ആക്രാമികത, മതത്തിന്റെ പേരിൽ വന്ന ആക്രാമികത, അവിടുത്തെ ജനങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കി, ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, മതം മാറ്റി, അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ സംവിധാനങ്ങളുമെല്ലാം മാറ്റിമറിച്ചപ്പോഴാണ് കാശ്മീർ താഴ്വര ഇന്ന് കാണുന്ന അശാന്തിയിലേക്ക് മാറിയത്. കാശ്മീർ എങ്ങനെയാണ് അശാന്തിയിലേക്ക് മാറിയത്?
ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്യുന്നു. നിരന്തരമായി അവർ നമ്മുടെ നാടിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചു. നമ്മുടെ പാർലമെന്റ് ആക്രമിച്ചു, കാശ്മീർ നിയമസഭ ആക്രമിച്ചു, നമ്മുടെ ആയിരക്കണക്കിന് പട്ടാളക്കാരെയും പോലീസുകാരെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീരന്മാരെ അവർ കൊല കൊടുത്തു. അവരെല്ലാം വെടിവെച്ച് താഴെയിട്ടു. അതിന്റെ എല്ലാം പിറകിൽ അവർക്ക് ഈ നാടിന്റെ വളർച്ചയെ തടയുക, ഈ നാടിന്റെ പരമാധികാരത്തെ തകർക്കുക, നമ്മുടെ ശാന്തി തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു. അങ്ങനെ നിരന്തരമായ ശല്യം ഉണ്ടായി. ഏറ്റവും അവസാനമാണ് നമ്മളെല്ലാം എല്ലാ കാലത്തും മുന്നറിയിപ്പ് നടത്താറുള്ളത് പോലെ അവർ വരുന്നു, അവർ അത്യന്താധുനിക യന്ത്രത്തോക്കുമായി വരുന്നു, നിരപരാധികളായ ആളുകളെ അവർ മാറ്റി നിർത്തുന്നു, അവരുടെ മതം ചോദിക്കുന്നു. ഹിന്ദു ആണെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ മതം പറഞ്ഞ് അവരെ വെടിവെച്ച് തുരുതുര വെടിവെച്ച് കൊല്ലുകയാണ്. ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത, കേട്ട് പരിചയമില്ലാത്ത ആളുകളെ പാൻവാക്കിൽ നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അത്തരം അതിക്രൂരമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നേരിട്ട് നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്തപ്പോ വളരെ ശുദ്ധമായ അവസ്ഥയിൽ, സ്തബ്ധമായ അവസ്ഥയിൽ നമ്മുടെ നാട് എത്തിച്ചേർന്നു. നമ്മുടെ നാട് ആഗ്രഹിച്ചു. നമ്മുടെ നാട് രാജ്യം ഒറ്റക്കെട്ടായ ഒരു മനുഷ്യനെ പോലെ ആവശ്യപ്പെട്ടു. ഇത് ഒരിക്കലും ക്ഷന്തവ്യമല്ല, ഇത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. കടുത്ത തിരിച്ചടി പാകിസ്ഥാൻ കൊടുക്കണമെന്ന് നമ്മുടെ നാട് വളരെ കൃത്യമായി, നമ്മുടെ സൈന്യം കൃത്യമായി, ലോക ചരിത്രത്തിൽ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നടന്ന ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടില്ല. എന്താണോ സൈന്യത്തോട് പറഞ്ഞത്, സൈന്യം എന്താണോ നിശ്ചയിച്ചത്, അത് കൃത്യമായി ചെയ്തു. പാകിസ്ഥാനിലെ ജനങ്ങളോട് നമുക്ക് ശത്രുതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിരപരാധികൾക്ക് നേരെയായിരുന്നില്ല. ആരാണോ നമ്മുടെ നാട്ടിലേക്ക് പരിശീലനവുമായി വന്നത്, ആരാണോ നമ്മുടെ സഹോദരിമാരുടെ കണ്ണീര് വീഴ്ത്തിയത്, ആരാണോ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരങ്ങൾ മായ്ച്ചത്, ആരാണോ നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനം തകർത്ത് നമ്മുടെ പരമാധികാരത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചത്, അത്തരം ആളുകളെ അടവിരിയിച്ച് പരിശീലിപ്പിച്ച് ഇറക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം, പിന്നീട് വീണ്ടും പാകിസ്ഥാൻ നമ്മുടെ നാടിന് നേരെ വന്നപ്പോ അവരുടെ സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണം, അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം എല്ലാം കൃത്യമായിരുന്നു, എല്ലാം ആസൂത്രിതമായിരുന്നു. ലോകത്തിൽ ഏറ്റവും കിടയത്ര കണിശമായ ആക്രമണം നടത്താൻ സാധിക്കുന്ന സൈന്യം ഭാരതത്തിൻ്റെതാണെന്ന് വൻ ശക്തികൾക്ക് പോലും തലകുലിക്ക് സമ്മതിക്കേണ്ടി വരുന്ന രീതിയിലുള്ള മികവുറ്റ കിടയറ്റ ആസൂത്രിതമായ ലക്ഷ്യം, എവിടെ എന്താണോ സ്കെച്ച് ചെയ്തത് കറക്റ്റായി അത് തന്നെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പാകിസ്ഥാൻ ഇപ്പോ കരഞ്ഞുകൊണ്ട് ചർച്ച വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വരൾച്ചയാണ്, ഞങ്ങളെ ഇനി ആക്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്താൽ എന്താണ് പാകിസ്ഥാന് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച എന്തിനെ കുറിച്ചാണ് ചർച്ച എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യത്തെ കുറിച്ചാണ് ചർച്ച. നമ്മുടെ ഭൂമി അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, പാക്കാതിനെ കശ്മീർ. എപ്പോഴാണ് അത് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ മതി. ചർച്ചയുണ്ടെങ്കിൽ ഭീകരത അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച, മറ്റൊരു വിഷയത്തെക്കുറിച്ചും ചർച്ചയില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു അഫ്ഷുള്ള ഖാനെ കുറിച്ച്. ആ അഫ്ഷുള്ള ഖാൻ അയാൾ ചിരിച്ചുകൊണ്ട് എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച്. അഫ്ഷുള്ള ഖാൻ അയാൾ ഒരു പ്രതീകമാണ്. ആ പ്രതീകം മതാന്ധതയുടെ, ചതിയുടെ പ്രതീകമാണ്. അത് സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ഇല്ലാതാക്കുന്ന, ഓരോ നാട്ടിലും ചെന്ന് ആ ജനതയുടെ സംസ്കൃതിയെ നശിപ്പിക്കുന്ന ആക്രാമികതയുടെ പ്രതീകമാണ്. അത്തരം പ്രതീകങ്ങളെ ഇല്ലാതാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് നമ്മുടെ രാഷ്ട്രം ചെയ്തത്. അതേതെങ്കിലും ഒരു മതത്തിനെതിരല്ല. ആ ആക്രമണം ഉണ്ടായ സമയത്ത് ഭാരതം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. അതിലെല്ലാം മതക്കാരുണ്ടായിരുന്നു. ചില കീടങ്ങളായ ചില ആളുകൾ മാത്രം രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനെ പരിഗണിക്കാത്ത അപൂർവം ചില വിരലിലെണ്ണാവുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഈ നാട് 140 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി, നമ്മുടെ നാട് ഒരു മനുഷ്യനെ പോലെ ഒറ്റക്കെട്ടായി നിന്നു. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഏകദേശം ഒരു നൂറ്റാണ്ടായി, ഗ്രാമാന്തരങ്ങളിൽ, നഗരാന്തരങ്ങളിൽ ഈ നാടിനെ സേവിക്കാൻ, ഈ നാടിന്റെ ദേശീയബോധത്തെ ഉണർത്താൻ നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം നിസ്തന്ത്രമായി, നിശബ്ദമായി നടത്തിവരുന്ന നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുണ്ടായ മാറ്റമാണ് അത് തെളിയിക്കുന്നത്. സംഘം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള മനോഭാവം വളർത്തുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൂർവികമായ ഒരു മഹത്തായ ദർശനമുണ്ട്.
ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിന്റെ മക്കളാണ്. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ എന്നുള്ളതാണ്. ആ മനോഹരമായ ഒരു കാഴ്ചപ്പാട് വെച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് ഗണ്ഡിതമായ ഭാരതം മാത്രമൊന്നുമല്ല. ഒരുപക്ഷെ 47 ആഗസ്റ്റ് മാസം 15-ന് ചില ആളുകൾ അധികാരാർത്ഥി കൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഭൂപടത്തിൽ അങ്ങ് ഹിമാലയം തൊട്ട് കാശ്മീരം വരെ ചുവന്ന മഷി കൊണ്ട് ഭൂപടത്തിൽ വരച്ച് ചില പ്രദേശങ്ങളെ അപ്പുറത്തോ ഇപ്പുറത്തോ ആക്കിയിട്ടുണ്ടാവാം, നമ്മുടെ സഹോദരന്മാരെ അപ്പുറത്തോ ഇപ്പുറത്തോ ആക്കിയിട്ടുണ്ടാവാം. പക്ഷെ അത് അങ്ങനെയുള്ള ചില വിഭജനങ്ങളൊക്കെ, അതിന്റെ ദുഃഖകഥയും ദുരന്ത കഥയും ഒക്കെ ലോക ചരിത്രത്തിൽ എത്രയോ മാറ്റപ്പെട്ടിട്ടുണ്ട്. ബലമായി ചേർക്കപ്പെട്ടത് എല്ലാ കാലത്തും അങ്ങനെ നിൽക്കില്ല എന്നുള്ളതിന് സോവിയറ്റ് യൂണിയൻ ഉദാഹരണമാണ്. ബലമായി വിഭജിക്കപ്പെട്ടത് എല്ലാ കാലത്തും അങ്ങനെ നിൽക്കില്ല എന്നുള്ളതിന് ലോക ചരിത്രത്തിൽ നിരവധി ഉദാഹരണമുണ്ട്. ജർമ്മനിയെ രണ്ടാക്കി, കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയും മുതലാളിത്ത ജർമ്മനിയും. എന്നിട്ട് കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയുമായിട്ട് ജർമ്മനിയെ രണ്ടായി മുറിച്ചു. നടുവിൽ വലിയൊരു മതിൽ കെട്ടി, ബെർലിൻ മതിൽ എന്ന് പറഞ്ഞൊരു മതിൽ. എന്നിട്ട് അപ്പുറത്തേക്കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. രണ്ട് രാജ്യങ്ങളെ അവരെ മാറ്റി. ഈ മതിലിന്റെ മേലെ വലിയ കമ്പി വേലികൾ കെട്ടി. പക്ഷേ ജനതയുടെ ഒരുമിക്കാനുള്ള സ്വാതന്ത്ര്യ ദാഹത്തെ തടയാൻ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല. 1989 നവംബർ മാസം 9 കിഴക്കൻ ജർമ്മനിയിലും പടിഞ്ഞാറൻ ജർമ്മനിയിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവര് പിക്കാക്സും കമ്പിപ്പാറയും എല്ലാ ആയുധങ്ങളുമായി ഒരുമിച്ച് വന്ന് ഈ മതിൽ തകർത്ത് ആ രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന ചരിത്രം ഇവിടെ ഉണ്ട്. ചെക്കിനെയും സ്ലോവാക്യയും രണ്ടാക്കിയപ്പോ ചെക്കോസ്ലോവാക്യ ഒന്നായി വന്ന ചരിത്രമുണ്ട്. അങ്ങനെ നിരവധി ചരിത്രങ്ങളുണ്ട്. ഭരണാധികാരികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വെട്ടിമുറിച്ച രാജ്യങ്ങൾ ഒന്നായി വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ചില മന്ത്രിമാർ പറയുന്നത് ഖണ്ഡിതമായ ഭാരതഭൂമിയെ മാത്രമേ നമ്മുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തുള്ളത് പാടില്ല എന്നാണ്. അങ്ങനെ അപ്പുറത്തുള്ളത് പാടില്ല എന്നാണ്. RSSന്റെ ഭൂപടത്തിൽ അപ്പുറത്തുള്ളതുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഇറാൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റില്ല എന്നാണ്. അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ പലതും പറ്റില്ല എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ദേശീയഗാനം പാടുമ്പോ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വങ്ക എന്ന് പറയുമ്പോ സിന്ധ് എവിടെയാണ്? സിന്ധ് നമ്മുടെ നാട്ടിലല്ലല്ലോ, സിന്ധ് പാകിസ്ഥാനിലല്ലേ. അപ്പൊ പാകിസ്ഥാനിലുള്ള സിന്ധിനെ എങ്ങനെയാ ദേശീയഗാനത്തിൽ പാടുന്നത്? അങ്ങനെ പാടുന്നത് രാജ്യവിരുദ്ധമല്ലേ, മതേതരത്വത്തിനെതിരല്ലേ, ഭരണഘടനക്കെതിരല്ലേ? പിന്നെ ദേശീയഗാനം നിർത്തിക്കയോ? ദേശീയഗാനം പാടാതിരിക്കോ? അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിനെ സംബന്ധിച്ചുള്ള ഇവരുടെ സങ്കല്പം എന്താണ്? ഭരണാധികാരികൾ ചിലപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര കാലഘട്ടത്തിൽ ചിലപ്പോ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ജനതയെന്ത് പിഴച്ചു, ജനങ്ങളെന്ത് പിഴച്ചു? എന്തിനാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഭാരതമായി ചേരണം എന്ന് പറഞ്ഞ് എത്ര വർഷമായി ഇവിടെ പോരാടുകയാണ്? അവർ പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിൽക്കണ്ട, ഞങ്ങൾ ഭാരതമായി ചേരണം. അവരവിടെ പോരാട്ടത്തിലാണ്. സിന്ധികൾ പോരാട്ടത്തിലാണ്, അവിടുത്തെ ജനങ്ങളെല്ലാം പോരാട്ടത്തിലാണ്. അപ്പൊ ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട് ഇന്നെങ്ങനെയാണെങ്കിലും ശരി, ഈ നാടിനൊരു പൂർവികതയുണ്ട്, ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന പാരമ്പര്യം, അത് മഹർഷി അരവിന്ദനെ, അത് ശ്രീരാമ എന്ന മഹാരാജ് തൊട്ട് ഇങ്ങോട്ട്, ത്രേതായും തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം എന്താണ്? സങ്കല്പം അത് ഹിമാലയം കിരീടമാക്കി. ഭാരതമാതാവാണ്. ആ ഭാരതമാതാവ് ഹിമാലയം കിരീടമാക്കി. രണ്ട് കൈകൾ രണ്ട് സമുദ്രത്തിലേക്ക് നീട്ടിവെച്ചാണ് ഭാരതമാതാവിനെ ശയിക്കുന്നത്. ഒന്ന് കിഴക്ക് ശൃംഗപുരി വരെ നീട്ടിവെച്ചിരിക്കുകയാണ്. അതിന്റെ ഇന്നത്തെ പേര്, പഴയ പേര് ശൃംഗപുരി എന്നാണെങ്കിൽ ഇന്നത്തെ പേര് സിംഗപ്പൂർ എന്നാണ്. മറ്റൊരു കൈ നീട്ടിവെച്ചിരിക്കുന്നത് ആര്യാവർത്തം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന്റെ ഇന്നത്തെ പേര് അന്ന് ആര്യാവർത്തമാണെങ്കിൽ 700 കൊല്ലം മുമ്പ് വരെ ആര്യാവർത്തമായിരുന്നെങ്കിൽ ഇന്നതിന്റെ പേര് ഇറാൻ എന്നാണ്. 825 കൊല്ലം മുമ്പ് വരെ ഉപഗണസ്ഥാൻ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്തിന്റെ പേര് ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. അതിന്റെ മേലോട്ടുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം, അത് ഗാംധാരം എന്നാണ് അതിന്റെ പേര്. ആ ഗാംധാരത്തിൽ നിന്നാണ് മഹാഭാരതത്തിലെ നമ്മുടെ ഗാംധാരിയെ ധൃതരാഷ്ട്ര പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നത്. ആ ഗാംധാരത്തിന്റെ ഇന്നത്തെ പേര് കമ്പഹാർ എന്നാണ്. ഭീകരവാദികൾ നമ്മുടെ വിമാനത്തെ തട്ടിക്കൊണ്ടുപോയിട്ട് വെച്ചത് ഈ ഗാംധാരത്തിലാണ്. അങ്ങനെ രണ്ട് കൈകൾ രണ്ട് സമുദ്രത്തിലേക്ക് നീട്ടിവെച്ച്, രണ്ട് കാലുകൾ, അമ്മയുടെ ഭാരതമാതാവിന്റെ കാലുകൾ 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയിലേക്ക് കാലും നീട്ടിവെച്ച് അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ആ സ്ഥലത്ത് കന്യാകുമാരിയിൽ ദേവിയുടെ പാദത്തിനടുത്തേക്ക് കാലം നീട്ടിവെച്ച് ഭാരതമാതാവ് കിടക്കുകയാണ്. അതാണ് നീല സിന്ധു ജല ഭൗത ചരണതല എന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി പാടുന്നത്. ആ ഒരു ഭാരതമാതാവിന്റെ ആ ശയനത്തെ ത്രിവേണി സംഗമഭൂമിയിൽ
ഭാരതമാതാവിന്റെ കാലവിടെ വെച്ചിരിക്കുകയാണ്. ആ കാലിന്റെ തൊട്ടുതാഴെ ഒരു താമരപ്പൂ പറിച്ച് സമർപ്പിച്ചതുപോലെ ലങ്ക. അങ്ങനെ അങ്ങ് ആര്യാവർത്തത്തിന് തൊട്ട് മേലെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 47 ആഗസ്റ്റ് 15 വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ട്. കുറെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ബ്രഹ്മദേശം എന്ന് പണ്ട് വിളിച്ചിരുന്ന ബർമ്മ, ഇപ്പോഴത്തെ മ്യാൻമാർ, അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ത്രിപിഷ്ടവം എന്ന് പേരുണ്ടായിരുന്ന തിബത്ത്, ഇപ്പോ ചൈന കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബൗദ്ധന്മാരുടെ ലാമമാരുടെ നാട് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അരാവലി കുന്നുകൾ എന്നും ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. കൈലാസവും മാനസസരത്തും ഭാരതത്തിന്റെ സാംസ്കാരികമായ ഏറ്റവും ഉജ്ജ്വലമായ ഉത്തുംഗമായ നമ്മുടെ ആത്മീയ ഭൂമിയാണ്. ഈ കൈലാസവും മാനസസരത്തും ചൈന ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഹിമാലയം കിരീടമാക്കി 2 കൈകൾ 2 സമുദ്രത്തിലേക്ക് നീട്ടി 2 കാലുകൾ ഈ ത്രിവേണി സംഗമഭൂമിയിലേക്ക് വെച്ച ഭാരതമാതാവിന്റെ ഏറ്റവും മഹോന്നതമായ ആ മഹിതമായ പവിത്രമായ രൂപദർശനം ധ്യാനിച്ചുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനൊക്കെ ആ 3 സമുദ്രങ്ങൾ ചേരുന്ന ത്രിവേണി സംഗമസ്ഥാനത്ത് കടലിൽ നീന്തിയിട്ട് ശ്രീപാദപ്പാറ എന്ന് പറയുന്ന ആ പാറയിൽ 3 ദിനരാത്രങ്ങൾ ചമ്പ്രം പടഞ്ഞിരുന്ന് സ്വാമി വിവേകാനന്ദൻ അവിടെ ഇരുന്നാണ് ഈ ഭാരതമാതാവിനെയാണ് ദർശിച്ചത്. അന്ധക്കരണത്തിൽ മനോമുഖരത്തിൽ പ്രാർത്ഥിച്ചത്. ആ രൂപം കൊണ്ടാണ് വിവേകാനന്ദൻ അമ്മയെ ഞാൻ സ്വതന്ത്രയാക്കും എന്ന് പ്രഖ്യാപിച്ചത്. മഹർഷി അരവിന്ദനുണ്ട്, വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചത് ഇതേ ഭാരതഭൂമിയാണ്. ഗുരുജി ധ്യാനിച്ചത് ഇതേ ഭാരതഭൂമിയാണ്. നമ്മുടെ ഋഷിമാർ, നമ്മുടെ ചരിത്ര പുരുഷന്മാർ, നമ്മുടെ ആരാധ്യ ബിംബങ്ങൾ അവരെല്ലാവരും ഈ ഭാരതത്തെ അമ്മയാണ്, സചേതന രൂപമായാണ് ഈ ഭാരതമാതാവിനെ കണ്ടത്. അതൊരു തുണ്ടുഭൂമിയല്ല ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റും സുന്ദരമായ ഭൂമിയാണ് എന്ന് ഒരു സിനിമാ പാട്ടുകാരൻ പോലും എഴുതിയിട്ട് പോലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഈ നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഖജനാവെന്ന് പണം മാസത്തിൽ എണ്ണി വാങ്ങുന്ന മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഈ നാടിനോട്, ഈ മണ്ണിനോട്, ഈ സംസ്കൃതിയോട്, ഈ പാരമ്പര്യത്തോട്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് 1/2 ഇഞ്ച് കൂറ് പോലും ഇല്ല എന്ന് വരുന്നത് എത്ര ദയനീയമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ രാഷ്ട്രം എന്ന് പറയുന്നത് അഖണ്ഡമായിരുന്നു, അഖണ്ഡമാണ്. അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കാൻ ഇവിടെ അധികാരമില്ലെന്നാണോ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെട്ടിമുറിച്ചത്, ഈ അമ്മയെ വെട്ടിമുറിച്ചത് സഹിക്കണമെന്നാണ്. നമ്മുടെ അമ്മയെ ആരെങ്കിലും ആക്രമിച്ചാൽ, അമ്മയ്ക്ക് ആഘാതമേൽപ്പിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് മുറിവേറ്റാൽ അതിന്റെ പഴുപ്പും ചലവുമെല്ലാം ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയെ ഉപേക്ഷിക്കുമോ? നമ്മള് അമ്മയെ ആക്രമിച്ചവരോട് നമുക്ക് സന്ധി ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ അമ്മയാണ്, നമ്മുടെ എല്ലാവരുടെ അമ്മയാണ് ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മഹോന്നതമായ നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാർ അവരുടെ എല്ലാം സങ്കല്പത്തെ പിന്തുടർന്നു എന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ദേശാഭിമാനികൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റെന്നാണ്. അത് തെറ്റെന്നാണ്. നാടിനെ വെട്ടിമുറിച്ചത് ശരിയെന്നാണ്. നാടിനെ തുണ്ടം തുണ്ടമാക്കുന്നത് ശരിയെന്നാണ്. വീണ്ടും അതുപോലെ ആക്കാനുള്ള പരിശ്രമം, ചിത്രീകരണ പ്രവർത്തനങ്ങൾ അതിനെ മാന്യവൽക്കരിക്കുകയാണ്, അതിന് പിന്നോടുകയാണ്. അത് ശരിയെന്ന് പറയാൻ ഒരുമിക്കണം എന്ന് പറയുന്നത് തെറ്റെന്ന് ഇപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ എക്കാലത്തേക്കും വാദം പറയുന്നത് ഈ ഭാരതം ഒരു രാഷ്ട്രമല്ല, ഒരു രാഷ്ട്രമല്ല, ഇത് പല രാഷ്ട്രമാണെന്ന്. 1942 കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇത് 16 രാഷ്ട്രമാണ്. അത്രയായിട്ട് വിഭജിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞാണ്. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 45 ആയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 16 രാഷ്ട്രമായിരുന്നു എന്ന് പറഞ്ഞ് തെറ്റാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്, ഇപ്പൊ ഞങ്ങൾ തിരുത്തിയിരിക്കുകയാണ്. അപ്പൊ അവർ ചോദിച്ചു എത്രയാണ്? അപ്പൊ പറഞ്ഞു ഇത് 18 ആണെന്ന്. 2 കൂടുമായിരുന്നു, കുറഞ്ഞിട്ടില്ല. വിഭജന സമയത്ത് സിഖുകാരോട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന രാഷ്ട്രം നിങ്ങൾ വേറെ രാഷ്ട്രമാണ്, നിങ്ങൾ ചോദിച്ചോളൂ പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവർ പറഞ്ഞത് ഇത് ബഹുരാഷ്ട്രവാദം എന്ന് പറയുന്ന ആ ബഹുരാഷ്ട്രവാദം ഉന്നയിച്ചത്. ഒരിക്കൽ സ്വാതന്ത്ര്യം കിട്ടി 1967 ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോ ഭൂപേഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് MP അദ്ദേഹം രാജ്യസഭയിൽ പറയാണ്, ഇവിടെ ജനസംഘക്കാരൊക്കെ പറയും BJPയുടെ പൂർവ്വരൂപമാണ് ജനസംഘം, ഈ ഭാരതം ഒറ്റ രാഷ്ട്രമാണെന്ന് പറയും. വെറുതെ വിഡിത്തം പറയാണ്, ഇത് ഒറ്റ രാഷ്ട്രമല്ല, ഇത് പല രാഷ്ട്രമാണ് എന്ന് പറഞ്ഞു. അപ്പോ ജഗന്നാഥറാവു ജോഷി എന്ന് പറയുന്ന ജനസംഘത്തിന്റെ MP അദ്ദേഹത്തോട് ചോദിച്ചു ഇത് വേറെ രാഷ്ട്രമാണ്, ഒരുപാട് രാഷ്ട്രം നിങ്ങളായി വല്ല തെളിവുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു ഉണ്ട് തെളിവ്. മഹാരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഇവിടെ ഉണ്ടായിരുന്നു. സൗരാഷ്ട്രം ഗുജറാത്തിന്റെ പഴയ ഒരു രാഷ്ട്രം വേറെ, ഇതൊക്കെ വെവ്വേറെ രാഷ്ട്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജഗന്നാഥറാവു ജോഷി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പണ്ട് ചില പ്രദേശങ്ങൾ മാത്രമല്ല രാഷ്ട്രമായിരുന്നത്,
ചില വ്യക്തികളും രാഷ്ട്രമായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു അതെന്തെങ്കിലും അങ്ങനെ പറഞ്ഞു. അപ്പോ ജഗന്നാഥ റാവു ജോഷി പറഞ്ഞു, പണ്ട് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം വേറെ രാഷ്ട്രമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ നാടൊന്നല്ല, ഇത് പലതാണ് എന്ന് വെട്ടിമുറിക്കണമെന്ന്, ഇത് ശിഥിലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രം ഒന്നല്ല എന്നാണ്. നാം പറയുന്നത് ആസേതു ഹിമാചലം, ഈ രാഷ്ട്രം ഒന്നാണ് എന്നാണ്. ഈ കാഴ്ചപ്പാടാണ് സംഘം പ്രചരിപ്പിക്കുന്നത്, വളർത്തുന്നത്. രാജ്യസ്നേഹത്തിന്റെ, ദേശീയ ബോധത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 1925 മുതൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സമർപ്പിക്കുന്നത് മഹത്തായ ദർശനം. എന്താണ് ദർശനത്തിന്റെ ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥനയിൽ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ പാടുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്. ആ ലക്ഷ്യം എന്നത് പരം വൈഭവം നേ തുമേ തസ്വരാഷ്ട്രം, എന്റെ രാഷ്ട്രത്തിന്റെ പരമവൈഭവം, എന്റെ നാട് ഏറ്റവും കരുത്തുറ്റ ശക്തിയായി മാറണം, ജഗദംബയായി വിരാജിക്കണം. അതാണ് എന്റെ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതാണ് സംഘത്തിന്റെ ലക്ഷ്യം. രാഷ്ട്രത്തിന്റെ പരം വൈഭവം എന്നുള്ളത് മാത്രമാണ്. വൈയക്തികമായ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭാരത മാതാവ്, നമ്മുടെ അമ്മ, ആ അമ്മ സുഖത്തോടുകൂടി ഇവിടെ ജീവിക്കണം. ഭാരത മാതാവ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറണം. സർവതലസ്പർശിയായി, സർവവ്യാപിയായി ഈ ഭാരത മാതാവ് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതൊരു പഞ്ചാക്ഷരി മന്ത്രമാണ്. പരം വൈഭവം എന്ന് പറയുന്നത് 5 അക്ഷരമാണ്. ആ 5 അക്ഷരത്തിൽ എല്ലാം ഉണ്ട്. ഈ രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസപരമായ, സാംസ്കാരികപരമായ, കായികപരമായ, സൈനികപരമായ, സാമ്പത്തികമായ, രാഷ്ട്രത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഈ രാഷ്ട്രം ഒന്നാമതെത്തണം. ഒരു സൂത്ര രൂപത്തിൽ നമ്മളത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച് നമ്മുടെ ലക്ഷ്യമായി വെച്ച പരം വൈഭവം, 5 അക്ഷരം, പരം വൈഭവം. സംസ്കൃതത്തിൽ ഒരു സൂത്രവാക്യമുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംസ്കൃതത്തിൽ ഒരു സൂത്രമുണ്ട്, അത് ന്യായം എന്നാണ് അതിന് പറയുക. ന്യായം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം, വലിയൊരു കാര്യം നേടാൻ വേണ്ടി ഒരു സൂത്രവാക്യം പ്രയോഗിക്കുന്നതിനാണ് ന്യായം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ഉസ്താലി പുല്ലാകൻ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. അത് ചോറ് വന്നോ നോക്കാൻ എല്ലാ വറ്റും ഞെക്കി നോക്കൂലല്ലോ അമ്മമാര്. ഒരു 2-3 വറ്റെടുത്ത് ഞെക്കിയൊക്കെ അത് വെന്തെങ്കിൽ എല്ലാം വെന്തു, അത് വെന്തില്ലെങ്കിൽ വെന്തു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ന്യായമാണ് സംസ്കൃതത്തിൽ സ്ഥാലി പുല്ലാകൻ ന്യായം എന്നാണ് പറയാം. അതുപോലെ ഒരു വൃദ്ധകുമാരി വരൻ ന്യായം എന്ന് പറഞ്ഞിട്ടൊരു ന്യായമുണ്ട്. ഇങ്ങനെയാണ് സംഭവം. പണ്ടൊരു വൃദ്ധ ഉണ്ടായിരുന്നു. അവരന്ധയാണ്, കണ്ണു കാണില്ല, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഭർത്താവില്ല, അവര് ദരിദ്രയാണ്. അങ്ങനെ അന്ധയും ദരിദ്രയും അനപത്യവുമായിട്ടുള്ള ആ വൃദ്ധ പ്രായമായപ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അവര് എന്ത് ചെയ്തു? അവര് തപസ് കടുത്ത തപസ്സായതുകൊണ്ട് ദൈവം വന്നു, ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് കണ്ണു കാണുന്നില്ല, കണ്ണു കാണണം, കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കണം, മക്കളില്ല, മക്കൾ വേണം, ഞാൻ ദരിദ്രയാണ്, കുറെ സമ്പത്ത് വേണം എന്നെല്ലാം പറഞ്ഞു. എനിക്ക് സന്തോഷം വേണം, ദീർഘായുസ് വേണം, അതെല്ലാം അവർ പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, ഒരു തപസ്സിൽ ഒരു വരെ ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വരം ചോദിക്കാം, അത് തരാൻ തോന്നും. അപ്പൊ അവരാകെ വിഷമവൃത്തത്തിലായി. ഏത് വരം ചോദിക്കും? കണ്ണാണെന്ന് പറഞ്ഞാൽ കണ്ണ് കാണും, എന്നിട്ട് ഈ ദുരിതവും കൂടി കാണാനോ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ കല്യാണം വേണം, 3 കല്യാണം ഒരുമിച്ച് നടത്തി കൊടുക്കും. എന്തിന്? ഈ കണ്ണ് കാണാത്ത ഒരു കല്യാണം കൂടി കഴിച്ചിട്ട് ഈ വൃദ്ധ എന്ത് ചെയ്യാനാണ്? ഇനി ദീർഘായുസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു 100 വയസ്സും കൂടി നീട്ടിക്കൊടുക്കും. ഇപ്പൊ തന്നെ മരിച്ചാൽ മതി എന്നാണ് വൃദ്ധ ചിന്തിക്കുന്നത്. സമ്പത്ത് വേണമെന്ന് പറഞ്ഞാൽ 10 കോടി ഒക്കെ അന്നേരം കിട്ടും. പക്ഷെ കണ്ണ് കാണാത്ത ഈ വൃദ്ധക്ക് ഒരു 10 കോടി കിട്ടിയാൽ ആരെങ്കിലും ഇതിന്റെ കഴുത്തി എനിക്ക് കൊണ്ടിട്ട് പോകും. അപ്പൊ എന്ത് ചോദിക്കും? പക്ഷെ അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അവരവസാനം ദൈവത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറ്റ വരം മതി, എന്റെ പേരക്കിടാങ്ങൾ സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസം കുടിക്കുന്ന എനിക്ക് കാണണം, എനിക്ക് അത്രയേ വേണ്ടൂ എന്ന് വൃദ്ധ പറഞ്ഞു എന്നാണ്. അപ്പൊ പേരക്കിടാങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമുള്ള 4 വരം ഒരുമിച്ച് നേടിയെന്നാണ്. പേരക്കിടാങ്ങളെ കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, മക്കളുണ്ടാവണം, ദീർഘായുസ് ഉണ്ടാവും. അപ്പൊ പേരക്കിടാങ്ങൾ എന്ന് പറയുമ്പോൾ 4 പിടിച്ചു. സ്വർണ്ണപാത്രം എന്ന് പറയുമ്പോ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്ന സ്റ്റീലിന്റെ പ്ലേറ്റല്ലേ? ഭക്ഷണം സ്വർണ്ണപാത്രത്തിൽ കഴിക്കാൻ അത്രയും സമ്പത്തുണ്ടെങ്കിലല്ലേ സ്വർണ്ണപാത്രത്തിൽ കഴിക്കും. സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മളെ പാൽപ്പായസം കുടിക്കുക സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ പാൽപ്പായസം കുടിക്കുന്നത്. എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ കണ്ണിന്റെ കാഴ്ചയും കിട്ടി. അങ്ങനെ കല്യാണവും മക്കളും മക്കളും ദീർഘായുസും കണ്ണിന്റെ കാഴ്ചയും എല്ലാം ഒരു വരത്തിൽ നേടിയതിനാണ് സംസ്കൃതത്തിൽ വൃദ്ധകുമാരി വരൻ ന്യായം എന്നാണ് ഇതിന് പറയാം. ഈ വൃദ്ധകുമാരി വരൻ ന്യായം അനുസരിച്ചാണ് സംഘസ്ഥാപകൻ നമ്മുടെ സംഘം പരം വൈഭവം എന്ന വാക്കുപയോഗിക്കുന്നത്.
അതിൽ എല്ലാം ഉണ്ട്. നേടേണ്ടതെല്ലാം ആ സൂത്രവാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രാർത്ഥന ചൊല്ലിയുള്ള നമ്മുടെ പരിശ്രമം, ആ പരിശ്രമം നേടാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിച്ചേർന്നപ്പോ, അതവരുടെ ഒരു ഇച്ഛയായപ്പോ, അവരുടെ ഒരു ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമായി മാറിയപ്പോ, അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിനു വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉന്നത സ്ഥാനത്തൊക്കെ വന്നപ്പോ അവര് ആ പരംവൈഭവം നേടാൻ വേണ്ടി നടത്തിയ പരിശ്രമമുണ്ട്. ആ ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ നടത്തിയ പരിശ്രമമുണ്ട്. നമ്മുടെ ശാഖയിൽ പല കളികളുമുണ്ട്. ആ കളികളിൽ ഒരു കളി, ഇപ്പൊ പണ്ട് നമ്മളൊരു കളിക്ക് വരും, ഒരു വൃത്തം വരയ്ക്കും. വൃത്തം വരച്ചിട്ട് അതിലൊരാൾ നിൽക്കും. എന്നിട്ട് ചോദിക്കും കാശ്മീർ കിസ്ക ഹൈ. അപ്പൊ അവര് ബാക്കിയുള്ളവർ പറയും കാശ്മീർ ഹമാരാ ഹൈ എന്ന് പറയും. അപ്പൊ ബാക്കിയെല്ലാം ഇടിച്ച് കയറിയിട്ട് അവിടെ തള്ളിയിട്ട് ആ സ്ഥലത്തൊക്കെ കയറും. അപ്പൊ കാശ്മീർ ആരുടേതാണ്? കാശ്മീർ നമ്മുടേതാണ് എന്ന് പറയും. അങ്ങനെ ഒരു കളി ശാഖയിലുണ്ട്. ആ കളിയിലെ കളിച്ച് അവസാനം ആ കളി കളിച്ച ആളുകൾ MLA ആയി, MP ആയി, മന്ത്രിയായി, ആഭ്യന്തരമന്ത്രി, അവിടേക്ക് ഇരിക്കുമ്പോൾ തോന്നി കാശ്മീർ ആരുടേതാണ്? കാശ്മീർ നമ്മുടേതാണ്. അതിനെ പിടിച്ചടക്കാൻ അവർ വരുന്നുണ്ടല്ലോ, അത് വരാൻ പറ്റുമോ? കാശ്മീരിന് ഒരു തടസ്സമുണ്ട്, 370 വകുപ്പ്, മനഃശാസ്ത്രപരമായ ഭിത്തിയുണ്ട്, അതെടുത്ത് മാറ്റണം, കാശ്മീർ നമ്മൾ ചേർക്കണം. കാശ്മീർ ആരുടേതാണ്? കാശ്മീർ നമ്മുടേതാണ് എന്ന് ചിന്തിച്ചപ്പോ കാശ്മീർ നമ്മുടേതായി. അപ്പൊ ഇത്തരം കബഡി കളിയുണ്ട്, നമ്മുടെ കബഡി കളിയുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ നമ്മുടെ ആയിരക്കണക്കിന് സ്വയംസേവകന്മാർ അവര് നമ്മുടെ സൈന്യത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. നമ്മുടെ നിരവധി സ്വയംസേവകർ മരിച്ചുപോയി. അന്ന് അവർക്ക് സൈന്യത്തിന് വിമാനം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വിമാനത്താവളം പോലെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സൈന്യത്തിന്റെ കൂടെ നമ്മൾ ചെയ്തു. അവസാനം അന്നത്തെ സൈനിക മേധാവി നമ്മുടെ സർസംഘചാലകമായിട്ടുള്ള സംഭാഷണത്തിൽ ഞങ്ങളുടെ പട്ടാളക്കാർ ശമ്പളം കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവർ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട്, അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ RSS വന്നിട്ട് അവരെ പോലെ തന്നെ ത്യാഗം ചെയ്യുകയും സമർപ്പിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നു, അവർക്ക് ഈ ഒരു മനോഭാവം എവിടുന്നാണ് കിട്ടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുജി പറഞ്ഞു അത് കബഡി കളിയിലൂടെ കിട്ടുന്നതാണ്. കബഡി നമുക്കൊരു കളിയാണ്, പക്ഷെ ആ കളി അപ്പുറത്തുള്ള 6-7 ആളുകൾ നിൽക്കുമ്പോ ഒറ്റയ്ക്ക് ഇവിടുന്ന് ലൈനിൽ നിന്ന് ശ്വാസം എടുത്ത് പോയിട്ട് അവരെ മുഴുവൻ തൊട്ടോ കീഴ്പ്പെടുത്തിയോ ശ്വാസം വിടാതെ ഇപ്പുറത്ത് വരണമെങ്കിൽ 6 ആൾക്ക് 7 ആൾക്ക് ഞാൻ ഒറ്റക്കാണെന്ന ചിന്തയോടുകൂടി പോകുമ്പോ അവന് ഒരു 6-7 ആളെ നേരിടാൻ ഞാൻ മതി എന്ന ചിന്ത അവന്റെ ഉള്ളിൽ വരുമ്പോ ഒരു കരുത്തും ധൈര്യവും ആവേശവും അവന്റെ ഉള്ളിൽ ഒരു അഭിമാനമല്ല ഉയർന്നു വരുമ്പോ അവന്റെ വ്യക്തിത്വം കരുത്തുറ്റതായി മാറുന്നു. ഏത് കാര്യം ചെയ്യാനുള്ള ധീരത അവനുണ്ടാവുന്നു എന്നുള്ള ഇങ്ങനെ കളികളിലൂടെ കാര്യം നേടി. നമ്മുടെ ഗണഗീതങ്ങളിലൂടെ പാടുന്ന പാട്ടുകളിലൂടെ അങ്ങനെയാണ്. ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടി ഗണഗീതം പാടി എന്ന് പറഞ്ഞിട്ട് അമ്പല കമ്മിറ്റിയിൽ പിരിച്ചുവിട്ട് കളഞ്ഞു. ദേശഭക്തി ഗാനം പാടി എന്ന് പറഞ്ഞിട്ടാണ് അമ്പല കമ്മിറ്റിയിൽ പിരിച്ചുവിട്ട് കളഞ്ഞത്. ദേവസ്വം ബോർഡ്, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പൊ ജനങ്ങൾ അത് സമ്മതിച്ചില്ല, അത് വേറെ കാര്യം. എന്നാണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ദേശഭക്തി ഗാനം പാടുക. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരങ്ങൾ, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ എന്ന് പാടി. ഇന്നത്തെ കാലത്താണ് വള്ളത്തോൾ എവിടെ കിടക്കുന്നുണ്ടാവും? ജയിലിൽ ജാമ്യമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും. ദേശഭക്തി ഗാനം പാടാൻ പാടില്ല എന്നാണ്. അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഉത്തരവ് എന്ന് പറയുന്നത്. അത്തരം ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യും. ചില ഉത്തരവുകൾ ഇറക്കിയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പിൻവലിക്കുകയും ചെയ്യും. മിഞ്ഞാന്നൊരു ഉത്തരവ് ഇറക്കി, ഇന്നത്തെ ലീവ് നാളത്തേക്ക് ആക്കിയിരിക്കുകയാണെന്ന് ഉച്ചക്ക് പറഞ്ഞു, വൈകുന്നേരം പറഞ്ഞു. രാത്രി പറഞ്ഞു ഇന്ന് ഉച്ചക്ക് മാറ്റിയ ലീവ് ഇപ്പൊ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു, ഇന്നും ലീവാണ് നാളെയും ലീവാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മർദ്ദ ശക്തികളുടെ ഇത്തരം കുതന്ത്രങ്ങൾക്ക് കീഴടങ്ങുന്ന സർക്കാർ ഭരണകൂടങ്ങൾ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള ഒരു ചെറുത്തുനിൽപ്പായാണ് സംഘശാഖകളിൽ ഈ ദേശഭക്തിയുടെയും രാഷ്ട്രസ്നേഹത്തിന്റെയും ഒരു ഏറ്റവും ഉജ്ജ്വലമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംഘം അനവരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം 4ാമത്തെ സൈനിക ശക്തിയാണ് ലോകത്ത്, 4ാമത്തെ സാമ്പത്തിക ശക്തിയും കൂടിയാണ്. നമ്മുടെ മുമ്പിൽ ഇനി 3 രാജ്യമേ ഉള്ളൂ. 47 ആഗസ്റ്റ് 1 നമ്മളെ ചവിട്ടി കൂട്ടിയിട്ട് പീരയാക്കിയിട്ട് ഇവിടുന്ന് പോയ ഇംഗ്ലണ്ടുണ്ട്. ആ ഇംഗ്ലണ്ടിനെ നമ്മൾ പിന്തള്ളിയിരിക്കുകയാണ്. 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെയും 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെയും പിന്തള്ളിയിട്ട് 4ാം സ്ഥാനത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി 3 രാജ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ IMF-ഉം ലോകബാങ്കും എല്ലാ ലോക സാമ്പത്തിക ഫോറങ്ങളും പറയുന്നത് ലോകത്ത് ഏറ്റവും ശക്തമായി സ്ഥിരതയാർന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി അത് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയാണ്. അമേരിക്കയും ചൈനയും നമ്മൾ പിന്തള്ളിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ നമ്മൾ റഷ്യയെ പിന്തള്ളിയിരിക്കുകയാണ്. വളർച്ചയുടെ കാര്യത്തിൽ സ്ഥിരതയായിരുന്ന വളർച്ചയായിട്ട് മുന്നോട്ട് പോയാണ്. നമ്മൾ 2047 ആഗസ്റ്റ് 15 ആകുമ്പോൾ 100 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ രാഷ്ട്രം ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഏറ്റവും വികസിതമായ രാജ്യമായി മാറണമെന്ന്. അതിലേക്ക് വെച്ചടി വെച്ച് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോയാണ്.
ആ സ്വപ്നം ഇവിടെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം രാഷ്ട്രത്തിന്റെ പരംവൈഭവം എന്ന സ്വപ്നമാണ്. അങ്ങനെ നിർവ്യാജമായ, അക്കളങ്കിതമായ, ആ രാഷ്ട്രപ്രേമ പ്രചോദിതമായ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വർഷത്തിലേക്ക് സംഘം നടക്കുകയാണ്. സമാജ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഈ നാട്ടിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന സാമൂഹ്യ സമരസത എന്ന് പറയുന്ന ജാതികളും വർണ്ണങ്ങളും ഇല്ലാതെ ഒരുപോലെ ജീവിക്കുന്ന ഒരു രാഷ്ട്രം. ഈ നാട്ടിലെ പൗരന്മാരെല്ലാം, ഈ രാഷ്ട്രത്തിലെ നിയമങ്ങളെല്ലാം ഒരുമിച്ച് പാലിക്കുന്ന പൗരധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു ജനത. ഈ നാട്ടിലെ ജനതയെല്ലാം ഈ നാടിന് ഉത്പാദിപ്പിക്കുന്നത്, ഈ നാടിന്റെ മണ്ണിന്റെ മണമുള്ളത് സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്വദേശി മനോഭാവം പാലിക്കുന്ന ഒരു ജനത. അങ്ങനെ ഇവിടുത്തെ ദേശീയ ബോധത്തെ, സ്വദേശി ബോധത്തെ, ഗാന്ധിജിയുടെ മഹത്തായ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ജനത, ഈ നാടിന്റെ പൗരധർമ്മം അനുഷ്ഠിക്കുന്ന ജനത. അത്തരം ഒരു ജനതയ്ക്ക് വേണ്ടി, സമാജ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഈ 2025 ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ 2026 ഒക്ടോബർ വിജയദശമി വരെ ഒരു വർഷം സംഘം അതിന്റെ ജന്മശതവാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾ വലിയ ആഘോഷങ്ങളായിട്ടല്ല, നേരെ മറിച്ച് നാട്ടിൽ മാറ്റം ഉണ്ടാക്കണം, നാട്ടിൽ രാജ്യസ്നേഹം ഉണ്ടാക്കണം, രാജ്യസ്നേഹമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കണം, നമ്മുടെ നാട് ഉയർന്നു വരണം, ഇവിടെ സംരംഭകന്മാരുണ്ടാകണം, നമ്മുടെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളണം, നമ്മുടെ ചരിത്രത്തിൽ അഭിമാനം കൊള്ളണം, നമ്മുടെ നാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഈ ഒരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടാണ്, വളരെ ഭാവാത്മകമായ, സകാരാത്മകമായ, പോസിറ്റീവായ ഇത്തരം കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ടാണ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുകൊണ്ട് തന്നെയാണ് ആരെയും ഇല്ലാതാക്കാനോ നിഷേധാത്മകമായ ചിന്തയോടുകൂടിയല്ല നമ്മുടെ സംഘം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് വെച്ചടി വെച്ച് സംഘം ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ പ്രവർത്തനം സർവ്വവ്യാപിയായി, സർവസ്പർശിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനവും ഊർജവും നേടാൻ വേണ്ടിയാണ് ജന്മശതവാർഷികത്തിന്റെ മുന്നോടിയായി ഈ നഗരത്തിലെ ശാഖകളിലെ സ്വയംസേവകന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്കുണ്ടായ ഒരു പോസിറ്റീവ് വൈബുണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു ഊർജമുണ്ട്, ഒരു ഉത്സാഹമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്. അത് നമ്മുടെ കാര്യക്ഷേത്രത്തിൽ ചെന്ന് ഈ മഹത്തായ സന്ദേശത്തിന്റെ, ദർശനത്തിന്റെ ഗരിമ അറിയാത്ത ആളുകളോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഓരോ മനസ്സിലും മഹത്തായ ഈ ദർശനം കൊണ്ട് നിറച്ച് രാജ്യവ്യാപകമായി ഈ മഹാപ്രസ്ഥാനത്തെ പടർത്താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സാംഘിക്കിൽ നിന്ന് പിരിയണമെന്നുള്ളതാണ് സംഘത്തിന് എല്ലാവരുടെയും മുമ്പാകെ വെക്കാനുള്ള സന്ദേശം.